ഞാൻ അങ്ങനെ തന്നെ നിന്ന ഒരാളാണ്, മടിച്ചു നിന്ന ഒരാളാണ്. പെട്ടെന്ന് മോട്ടിവേഷൻ കയറിയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇനിയും ടെസ്റ്റുകൾക്ക് വേണ്ടി പഠിച്ച് നല്ല റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു. സാറിന്റെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു. മെയിനായിട്ടും അത് തന്നെയാണ്, കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ സഹായകരമായത്. സഹകാരി ഇന്നത്തെ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കുറുമശ്ശേരിയിലാണ്. കുറുമശ്ശേരിയിൽ നമ്മുടെ മമതയുടെ വീട്ടിലാണ്. അപ്പോൾ മമതയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഡയറി ഫൈൻ ഇൻസ്ട്രക്ടർ എക്സാമിനേഷനിൽ സ്റ്റേറ്റ് എയ്ഡായിട്ട് നടന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷനായിരുന്നു. നീറ്റിൻ്റെ സിലബസ് അല്ലേ മമത? ഏകദേശം നീറ്റിൻ്റെ സിലബസ്. ഈ ഒരു എക്സാമിനേഷനിൽ പഠിച്ച് 92ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമത. അപ്പോൾ ഇത്തരത്തിൽ വരാൻ പോകുന്ന എക്സാമിനേഷൻ, പ്രത്യേകിച്ച് നമ്മൾ PSCക്ക് വേണ്ടി പഠിക്കുമ്പോൾ നോർമലി ഉള്ള ഒരു സ്ട്രീമിൽ നിന്ന് വിട്ടിട്ട് +1 +2 പഠിക്കുന്ന സയൻസ് മേഖലകൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ചധികം എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സുപ്രധാനമായിട്ടുള്ള ഡയറി ഇൻസ്ട്രക്ടർ എക്സാമിനേഷനിൽ 92ാം റാങ്ക് മേടിച്ച ആളാണ് മമത. മമത എന്തായാലും സ്വാഗതം. മമതയുടെ എക്സ്പീരിയൻസ് ഇന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യും. എങ്ങനെയാണ് മമത സഹകാരിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്? ഞാൻ ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് സഹകാരിയെ പറ്റി അറിയുന്നത്. ഫേസ്ബുക്കിലൂടെയാണ്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്കത് ഷെയർ ചെയ്ത് തന്നത്, അതിൻ്റെ ഇൻഫർമേഷൻ. പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു. സാറിൻ്റെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു. മെയിനായിട്ടും അത് തന്നെയാണ്, കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ സഹായകരമായത്. അപ്പോൾ നിലവിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജോലി പ്രവേശിച്ചായിരുന്നു? ജോലിയിലുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെയാണ് പഠിച്ചത്. അപ്പോൾ കൂടുതലും കേൾക്കാനാണ് എനിക്ക് ടൈം കിട്ടാറ്. അപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കലാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ ജോലികൾ ചെയ്യുന്ന സമയത്ത് അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു സ്ട്രാറ്റജിയാണ് മമത സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മമത പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സാമിനേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? എക്സാമിനേഷൻ നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം തെറ്റിപ്പോയാലും നമ്മൾ പിന്നീട് അത് കറക്റ്റ് ചെയ്ത് പോകും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമായിരുന്നു. നമ്മുടെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് കോഴ്സാണെങ്കിലും നമുക്ക് ഒരു ക്ലാസ് വന്നാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലേ, അതുമായി ബന്ധപ്പെടുത്തി വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് കൊടുത്ത് പോകുന്നതാണ് ടെസ്റ്റിൻ്റെ ഒരു രീതി. അപ്പോൾ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ മമത വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ 2 മക്കളുണ്ട്. അപ്പം അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള PSC എക്സാമിനേഷൻസ് എഴുതാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഇത് നമുക്കോട് പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് മടിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് മമതേ? ഞാൻ അങ്ങനെ തന്നെ നിന്ന ഒരാളാണ്, മടിച്ചു നിന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു മോട്ടിവേഷൻ കയറിയിട്ടാണ് ഹസ്ബൻഡ് അങ്ങനെ അത് ഷെയർ ചെയ്ത് തരികയും അങ്ങനെ പെട്ടെന്ന് മോട്ടിവേഷൻ കയറിയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇനിയും ടെസ്റ്റുകൾക്ക് വേണ്ടി പഠിച്ച് നല്ല റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, സാറിൻ്റെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പിന്നെ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. അതൊക്കെ നമുക്ക് പിന്നീട് റിവിഷൻ്റെ സമയത്ത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ്, അതായത് ടെസ്റ്റ് പേപ്പറുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അത് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.